Hi everyone, welcome to my channel Meet Really. My name is Shruti Nivedita. I know it's bit long, so you can call me Niva. That's my home name. വീട്ടിൽ വിളിക്കുന്ന പേര്. ആൻഡ് ആരെങ്കിലും ഇപ്പം എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അവരെൻ്റെ ഭയങ്കര ക്ലോസ് ആയ പോലത്തെ ഒരു ഫീലൊക്കെ വരാറുണ്ട്. This is a space where I will be sharing my life, my little journeys, my art and my moments, and sometimes അത് simple ആയിരിക്കും, sometimes exciting ആയിരിക്കാം, but always real. ഒരു 90% real. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണേ, കണ്ണൂർ തലശ്ശേരിയിലാണ് ഇറങ്ങുക. ഈ ട്രെയിനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ഇളക്കം, ഒരു താരാട്ട് പോലെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കാമിങ് സൂത്തിങ് ഫീലല്ലേ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഉറങ്ങാൻ പറ്റാറില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ ആ ഒരു റിതമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വെച്ചാൽ ഇങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഈ ടൈമിലൊക്കെ ആകുമ്പം ഭയങ്കര ഗ്രീനായിട്ടായിരിക്കും ഇരിക്കുക പുറത്തൊക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. നമ്മളിങ്ങനെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എത്ര പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു ചേഞ്ച് വരുന്നത്. അതിപ്പം ഒരു സ്ഥലത്ത് ഭയങ്കര ഗ്രീനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും മറ്റേ സ്ഥലം വേറൊരു കളറായിരിക്കും. ഭയങ്കര കളേഴ്സ് ഉള്ള ഒരേ ഫ്രെയിമിൽ പല പല ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റും. അത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇത്രയും നേരത്തെ ട്രാവലിൽ നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണ് എന്തിനെക്കുറിച്ചെങ്കിലും നമ്മളിങ്ങനെ ഒരു ഇരുന്ന് ചിന്തിക്കാത്ത കാര്യങ്ങളുണ്ടാവില്ലേ. നമുക്ക് ചിലപ്പം സമയം കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ അതിനൊരു മൂഡ് കാണത്തില്ല, അല്ലെങ്കിൽ അത്രയും ഹെഡ് സ്പേസ് കാണത്തില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ മാറ്റിവെച്ച കുറേ കാര്യം ഇരുന്ന് സമാധാനത്തിൽ ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടും. അങ്ങനെ 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 ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത്, എന്തുകൊണ്ട് എനിക്കിതൊന്നും ഷൂട്ട് ചെയ്തുകൂടാ, എന്തുകൊണ്ട് എൻ്റെ വ്ളോഗ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെയൊരു അക്രമം ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ വ്ളോഗ് എന്നുള്ള കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഡിജിറ്റൽ ആൽബം പോലെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് 100% ഒന്നും നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ളത് ഫുൾ കാണിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ഒരു ജെന്യൂനിറ്റി ഒക്കെ കാണിക്കാൻ പറ്റും. എനിക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. ആക്ച്വലി ഞാനിതൊരു 3 years ബിഫോർ 5 years ബിഫോർ ആലോചിച്ചതാ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്ന് ഇത്രയും വലിയ കോമൺ ആയിരുന്നില്ലല്ലോ. അപ്പോഴൊരു 3 years ബിഫോർ ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തൊരു സോണി ZV-1 ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ചു. അത് വ്ളോഗേഴ്സിനുള്ള സ്പെഷ്യൽ ക്യാമറയാണ്. എന്നിട്ട് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പിനൊക്കെ പോയി, മണാലി പോയി, എന്താ പറയേണ്ടത്, ഡൽഹിയിൽ കുറേ വെൻഡേഴ്സിനെയൊക്കെ കണ്ടു. അതെൻ്റെ ഫ്യൂച്ചർ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നു. 3 years ബിഫോർ ആണ്. അപ്പം ഞാൻ ആ ബിസിനസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ മണാലിയിലൊക്കെ പോയി ചെയ്ത വ്ളോഗുകളൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പല കാരണങ്ങളും ഉണ്ട്, എനിക്ക് സാധിച്ചില്ല. അതിൻ്റെ കഥയൊക്കെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിടയിൽ പറയാം. അതൊരുപാടുണ്ട്. അത് തന്നെ എനിക്കൊരു ഇഷ്ടം പോലെ വ്ളോഗ്സ് ചെയ്യാനുള്ള കഥകളുണ്ട്. അതൊക്കെ ഞാൻ ഓരോരോ സമയത്ത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറിയ കുറച്ചായിട്ട് പറഞ്ഞുതരാം. അതെന്തായാലും എനിക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് ക്ലിപ്പുകളൊക്കെ കാണിക്കാം കേട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ അടുക്ക കുറച്ച്
ക്ലിപ്സൊക്കെ ബാക്കി ഇരിപ്പുണ്ട് കുറച്ചൊക്കെ. അതിലിപ്പോൾ മണാലിയിൽ, പിന്നെ കസോള്, ടോഷ്, മലാന വില്ലേജ്, ധരംകോട്ട്, ധർമ്മശാല, മെക്നോൾഗഞ്ച്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ട്രക്കിംഗ് ചെയ്തു. പുതിയ പുതിയ മനുഷ്യന്മാരൊക്കെ, എന്തോരം നല്ല മനുഷ്യന്മാരൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ കുറേ ഞാൻ ധരംകോട്ടിൽ നിന്ന് പോട്രി പഠിച്ചു, മാക്രമേ പഠിച്ചു, കുറേ തരം അവിടുത്തെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള എംബ്രോയിഡറീസ് കുറേ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് പോയി പഠിച്ചു. പിന്നെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാൻ പഠിച്ചു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, തങ്ക പെയിന്റിങ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടൊക്കെയാ വന്നേ. പക്ഷേ എനിക്കതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലാസ്റ്റ് 3 years എൻ്റെ ലൈഫിൽ ഏറ്റവും മോശം സമയമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു ഓർമ്മ ഒരു 2005 തൊട്ടിട്ട് 24 വരെ ഓരോ വീഴ്ചയിലും ഞാൻ വിചാരിക്കും ഇതിലപ്പുറത്തേക്ക് ഒരു മനുഷ്യന് വീഴാൻ പറ്റൂലായിരിക്കും. പക്ഷെ അതും തോപ്പിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും അടുത്തത് അങ്ങനെ 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 എനിക്ക് വല്ല ഗിന്നസ് ബുക്കിലും പേര് കിട്ടാൻ പറ്റുന്നത്ര രീതിയിൽ വീണ് 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 ഞാനൊരു വഴിയായി. ബട്ട് സംഹൗ ഞാനിതാ ഇപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും ഞാനിങ്ങനെ ഇത്രയും നല്ല വീഡിയോസും മുന്നേ ട്രാവൽ ചെയ്തതൊക്കെ കാണിക്കുമ്പം ഞാനതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കാണാം. ആക്ച്വലി ഞാൻ പറഞ്ഞത് 2005 തൊട്ട് 24 വരെ എൻ്റെ ദുരന്തക്കഥകൾ ഞാനിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു. അത് വെച്ചാൽ നമുക്ക് പല രീതിയിൽ നമ്മുടെ പ്രോബ്ലംസിനെ എടുക്കാൻ പറ്റും. നമ്മൾ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം ലെമൺസ് കിട്ടും, നമ്മൾ ഡെമോൺസിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, അവരെ പേടിച്ച് ഓടേണ്ടി വരും. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യം ലെമണൊക്കെ വരുമ്പം ഞാൻ മോങ്ങിയിട്ടുണ്ട്, ഡെമോൺസിനെ കാണുമ്പം പേടിച്ച് ഓടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ലൈഫ്. നമുക്ക് ഇത് രണ്ടും എപ്പോഴാണേലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പോകേണ്ടി വരും. ആ സമയത്ത് നമുക്കൊരു ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചും കരഞ്ഞും അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു സ്ട്രാറ്റജി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലെമൺസ് കൊണ്ടൊക്കെ നമുക്ക് ലെമണേഡ് ഉണ്ടാക്കാം, എന്നിട്ട് ആ ഡെമോണിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ഒരു പറയേണ്ടത് അങ്ങുമില്ല ഇങ്ങുമില്ല എന്നുള്ള രീതിയിൽ ഒരുമാതിരി അങ്ങ് പോയി. പക്ഷെ അതെനിക്ക് ലൈഫിൽ ഭയങ്കര നല്ലതേ തന്നിട്ടുള്ളൂ. അതുകൊണ്ടെങ്ങാണ്ടായിരിക്കും ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് കിട്ടിയത്. ഈ ശോകം അടിച്ച് എനിക്ക് മതിയായി. ഞാൻ പറയണത്, എനിക്ക് നല്ലൊരു ട്രെയിനിലൊരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഗേൾസ് ഹോസ്റ്റൽ വന്നിട്ട് ടെമ്പിൾ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റേഷനുണ്ട്. അപ്പം ചില സമയത്ത് നമ്മളുടെ കോളേജ് ബസ് മിസ്സായി പോയാൽ ഞങ്ങൾ ഓടിപ്പിടിച്ച് ട്രെയിനിൽ കയറും. എന്താ വെച്ചാൽ ആ സമയത്ത് ഒരു ട്രെയിനുണ്ട്, അപ്പോൾ കറക്റ്റ് ടൈമാണ് കോളേജിലേക്ക് എത്താൻ. അതൊരു ചെറിയ വഴിയാണ്, അതും വയലും വരമ്പും ചെറിയൊരു ഏണിപ്പടിയൊക്കെ ഉള്ള ഒരു സിമെൻ്റൊക്കെ ഇട്ട് അതിൽ ഒരു സമയത്ത് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരിതാ. ഇപ്പം കാണുന്ന ആ സ്ഥലമാണ് ടെമ്പിൾ ഗേറ്റ്. അയ്യോ, ഭയങ്കര നല്ലൊരു മെമ്മറിയാണ് അവിടെ. അങ്ങനെ ടെമ്പിൾ ഗേറ്റ് ക്രോസ് ചെയ്തു. തലശ്ശേരി. അങ്ങനെ ഞാൻ തലശ്ശേരി ലാൻഡ് ചെയ്തു, ഒരു ഓട്ടോയിൽ കയറി. പെട്ടെന്നാണ് എനിക്കൊരാഗ്രഹം വന്നത്, ഓക്കെ എനിക്ക് ഇപ്പോൾ ഒരു
4:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സീ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോട്ടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു സീ വ്യൂ പാർക്ക്. അപ്പം അങ്ങോട്ടേക്ക് പോകാനൊരാഗ്രഹം തോന്നി, പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്. സോ ഐ ആം ഹെഡിങ് ടു സീ വ്യൂ പാർക്ക്. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം ഇങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് മൂസി താത്തയും കൂടിയായിരുന്നു പോവാറ്. അപ്പം ഇതെനിക്കൊരോർമ്മ. അങ്ങനെ ഞാൻ പാർക്കിനുള്ളിൽ കയറി. അപ്പം അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ്. ഞാൻ അവിടെ നിന്നൊരു കോഫി കുടിച്ചു, പക്ഷെ അത് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. സ്നാക്സും അത്രയും ബെറ്ററൊന്നും ആയിരുന്നില്ല. അത് മാത്രം ഒരു സങ്കടം. പക്ഷെ എന്നാലും ഇത്രയും ഒരു ലോങ് ട്രാവൽ കഴിഞ്ഞ് വന്നപ്പം ഒരു കോഫി കിട്ടിയത് വലിയ കാര്യം. ഈ കണ്ട ഒരു പൂച്ചൂസ് എന്നെപ്പോലെ ഒറ്റയ്ക്ക്. പാർക്ക്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അയ്യോ, ഞാൻ എത്ര കാലമായി മിസ് ചെയ്യുന്നു. ഞാൻ എപ്പോൾ നാട്ടിൽ പോയാലും എനിക്ക് ഇവിടെ വരാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വേലികളൊക്കെ കെട്ടിയേക്കുന്നത്. പണ്ടൊന്നും ഇത്രയധികം വേലികളില്ലായിരുന്നു. നമ്മളെല്ലാം ഫ്രീ ബേർഡുകളായിരുന്നു കുറച്ചുകൂടെ. താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും, അവിടെ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് നല്ലൊരു ബ്രീസി കാമിങ് അവസ്ഥയാണിത്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. ഞാനിതിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലാതില്ല. എന്താ വെച്ചാൽ ഞാൻ പറയുമായിരുന്നു ഞാനിവിടെയൊക്കെ വരാറുണ്ട്, എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം ബോയ് ഫ്രണ്ട്സ്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇവിടെയും വരുന്നുണ്ടാവുമായിരിക്കും. അവരൊക്കെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫായിട്ടോ വരുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായത്. സോ സാഡ്. ഇത്രയധികം വേലികൾ, ഇതിൽ കൂടെ എങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തത് കാണും. അയ്യോ, പണ്ടൊക്കെ ഞങ്ങൾക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു, കടലിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ അതത്ര സേഫ് അല്ല. ഓക്കെ, സേഫ്റ്റി ഫസ്റ്റ്. എന്തു ഭംഗിയാണ്. എന്ത് നല്ല തീരുമാനമായിരുന്നു ഇങ്ങോട്ടേക്ക് വരുക എന്നുള്ളത്. പണ്ട് ഞങ്ങൾക്ക് ഈ പാറയിലൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ ബ്രീസി വെതർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേറെ 2 പേര് അവിടെ നിന്ന് വൈബ് ചെയ്തുകൊണ്ടിരിക്കും. അവരങ്ങനെ തനിച്ച് വൈബ് ചെയ്യുന്ന എന്നെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. പെട്ടെന്ന് ഞങ്ങൾ 3 കൂടെ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു. ഞങ്ങൾ നല്ല കമ്പനിയായി. എനിക്ക് ഇവിടുന്ന് കിട്ടിയ 2 പരിചയക്കാരാണ്. പേരെന്തോ? നിഷില. എൻ്റെ പേര് ശ്രുതി. നീക്കുണ്ട് ഓൾറെഡി ഒരു ഫ്രണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വരാം. ഇനി നെക്സ്റ്റ് ടൈം എങ്ങാനും വരുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം. കല്ലുമക്കായി കട. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. അയ്യോ, ഇത് ഭയങ്കര അടിപൊളിയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് എത്താറായി. ഞങ്ങളെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടൻ എന്തായാലും മൈഗ്രെയിൻ വരാനുള്ള എല്ലാ അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തിയിട്ടോ. എൻ്റെ 2-3 years ആയിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പം നടക്കുന്നത്. അയ്യോ,
എനിക്ക് ഈ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്നാണ് തോന്നുന്നു. പക്ഷേ ഞാനിവിടെ അവിടെ കട്ട് വെച്ച് തമ്മിലൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു ടൈമിലൊക്കെയാണ്. അവരുടെ കാര്യം അവരെൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാണ്. ബട്ട് make me smile. Ooh, the driving beach. ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ ഒരു വൃത്തി കേരളത്തിലെ വേറെ ഒരു ബീച്ചിൽ കണ്ടിട്ടില്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് പോലും ഇല്ല എവിടെയും. എന്ത് നല്ല വൃത്തിയായിട്ടാണ് ഇത് കീപ്പ് ചെയ്തേക്കുന്നത്. വാവ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് 3 പേർക്ക് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ അവിടെ ഒരു കുട്ടിയോട് ചോദിച്ചതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അതും കരുതി ഇങ്ങനെയൊക്കെ എന്തായാലും ഇനിയും കാണും. നെക്സ്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അതെപ്പോഴാണെന്നറിയത്തില്ല. വെറുതെ പ്ലാനിങ് മാത്രമായിരിക്കും. എന്താ വെച്ചാൽ അവരെന്നെ കൊതിപ്പിച്ചിട്ടുണ്ട് കുറേ അവിടുത്തെ ഫുഡ്, പുതിയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇനിയും പോകണം. ഇപ്രാവശ്യം എനിക്ക് അത്ര ടൈം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വരണമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇച്ചിരി സമയമൊക്കെ എടുത്ത് അമ്മയുടെ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് അവിടെയും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അവിടെയല്ലേ ഉണ്ടാവുക, മുങ്ങി പോകത്തില്ലല്ലോ. എന്നാ വാ പോവാ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ 3 പേര് ഞങ്ങൾ ഇതിന് മേലെ കയറിയിരുന്നിട്ടില്ല ഇതുവരെ, ഇത്രയും കാലം ഇവിടെ വന്നിട്ട്, അതായത് ബീച്ചിൽ വന്നിട്ട്. ആൺപിള്ളേരൊക്കെ അവിടെ കയറി നിൽക്കുമായിരുന്നു ആ കാലത്ത്. പെൺപിള്ളേർക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ കയറിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ 3 കയറിയിട്ടില്ലായിരുന്നു. ജനറേഷൻ പ്രോബ്ലം വരെയും. അപ്പോൾ ഞങ്ങളവിടുന്ന് കുറേ കല സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ പോയത്. ആൻഡ് ഐ ഫീൽ സോ കൂൾ. ഈ വെള്ളം നമ്മളെ കാണുന്ന മുറക്കുള്ള അഴുക്കുണ്ട്. പിന്നെ അതി നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം. എനിക്കറിയാം ഇതിൽ കുറേ കറക്ഷനൊക്കെ ഉണ്ടെന്ന്. ബൈ ബൈ.